പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്ന സങ്കുചിത ചിന്തകൾ ചെറുത്ത് തോൽപ്പിക്കണമെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറയുന്നു. ഭരണഘടന ഉറപ്പു തരുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ ഉറപ്പാക്കണം. മതാധിഷ്ഠിത വിവേചനം നല്ലതല്ലെന്നും ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ, മതസ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം തുടങ്ങിയവ സംരക്ഷിക്കപ്പെടുവാൻ ക്രൈസ്തവരായി നാം ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടവരാണ്. കൂടാതെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ അന്ധകാര ശക്തികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു. പൗരത്വ നിയമ ഭേദഗതി പോലുള്ള നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മതേതര ജനാധിപത്യ സംവിധാനത്തിൽ മത അധിഷ്ഠിത വിഭാഗീയത സംജാതമാക്കുവാൻ നിഗൂഢമായി ലക്ഷ്യമിടുന്നത് ഇന്ന് നാം തിരിച്ചറിയണം. കൂടുതൽ വിശദാംശങ്ങളുമായി ഷബീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, ഗുഡ് മോർണിംഗ്. പറയൂ ഷബീദ്. SKN കുരിശിന്റെ വഴിക്ക് ശേഷമുള്ള സന്ദേശം നൽകലിലാണ് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ രാഷ്ട്രീയ വിഷയങ്ങൾ, അതായത് സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ ചില പ്രതികരണങ്ങൾ നടത്തി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കുരിശിന്റെ വഴിയിലാണ് നമ്മൾ പോകേണ്ടത്. ആന്തരിക വിഭാഗങ്ങളുടെ സ്പർദ്ധ ക്രൈസ്തവർക്ക് യോജിക്കുന്നതല്ല. ഭരണഘടന ഉറപ്പു തരുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ ഉറപ്പാക്കണം. മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂര അക്രമം ഈ അന്ധകാര ശക്തിയിൽ നിന്നുണ്ടാകുന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി തോമസ് ജെ നെറ്റോ നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഈ പൗരത്വ നിയമ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട സഹോദരന്മാർക്കൊപ്പം നിൽക്കാൻ കഴിയണം. മതാധിപത്യ സങ്കുചിത മനോഭാവം വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കാണണം. മതാധിഷ്ഠിത വിവേചനം നല്ലതല്ല. കൂടാതെ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്ന സങ്കുചിത ചിന്തകൾ ചെറുത്തു തോൽപ്പിക്കണം എന്നുള്ളൊരു നിലപാട് കൂടി ഇപ്പോൾ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ സീറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാനും ഈ സന്ദേശം നൽകുന്ന വേളയിൽ ചില സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. മാർ തോമസ് തറയിൽ പറഞ്ഞ കാര്യം, മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണം. രാജ്യത്തെ ഒരു പൗരനെങ്കിലും ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിൻ്റെ പരാജയമാണെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു. അങ്ങനെ ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹവും ഒപ്പം ഇന്ത്യയുടെ പൊതു സാഹചര്യത്തിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലും വൈദികന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാർ പ്രതികരിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. SKN. ഓക്കെ, താങ്ക് യു. ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.